കൂടി ഉണ്ടാവുള്ളൂ. അതിന്റെ പിന്നിലെ ആണെങ്കിൽ കുറെ ഓട്ടിയും. അല്ലേത് എന്തെല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കണേ, ഉരുളി പണയം വെച്ചമാരി എന്നിട്ട് നോക്കിയിരിക്കണേ. ഇങ്ങനെ ഒരുപാട് ഷോ ചെയ്തിട്ടുള്ള അതില് ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം വെറൈറ്റി ആണ് കേട്ടോ. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മിശത്രുവിലും ഞാൻ തന്നെയാണ്. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരുള്ള നമ്മുടെ ഈ നാട്ടില് അവർക്കെതിരെ ചെകുത്താനെങ്കിലും വേണ്ടേ? CA മോഹൻദാസിന്റെ വെക്കട്ടാണെന്നുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നേ. ഇനി അതിനെതിരെ തന്നെ കോടതി പോയി സാക്ഷി പറയാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയായിരിക്കും. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പടച്ചിക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇത് രണ്ടു കളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയുന്ന പോലെയല്ല. നടേശൻ കൊല്ലുന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. താങ്ക് യു. അതുപോലെ തന്നെ പ്രകാശ് രാജ് തന്നെ ഭയങ്കര കയ്യടിയായിരുന്നു. എനിക്ക് അതിന്റെ പാണ്ടിപ്പടയില് പാണ്ടിപ്പട കോപ്പത്തൊക്കെ മനസ്സിലുള്ളതാ സൂചിപാത്രക്കെ കമലപാത്രക്കെ ആടാ പൊണ്ണ വെള്ള പക്ക വീണിട ഇടിച്ചു പൊള്ളാലെ അടക്കൂടാതെ പാട്ട് അവൻ ഏ തമ്മിയെ കുറിച്ചിട്ടാ കയ്യാല നാം മുടിച്ചുള്ളതാ പാസയുടെ കൂട്ടുകാരനാണോ എന്നാലും അവനാടെ ഞാൻ അടിക്കാൻ പറഞ്ഞാൽ അടിക്കണം, കൊള്ളാൻ പറഞ്ഞാൽ കൊള്ളണം. അത് അപ്പുറമാണ് சொல்லி കൂട്ടുകാരൻ പൊരിച്ചത് അവർക്ക്. അതുപോലെ തന്നെ ലാൽ ലക്സിനെ വളരെ മനോഹരമായിട്ട് അനുകരിക്കുന്ന അവയ്ക്ക് ലാൽ ലക്സിന്റെ പഴയതും ഡയലോഗൊന്നും. പഴയത് ചന്ദ്രബോസ്, നിങ്ങൾ എന്റെ സൗഭാഗ്യങ്ങൾ ഓരോന്നായി തട്ടിയെടുക്കുകയാണ്. ആദ്യം എന്റെ ഭാര്യ, ഇപ്പൊ എന്റെ മകളെ പറക്കുമുറ്റാത്തൊരു കൈക്കുഞ്ഞിനെയും അമ്മയും കൽക്കട്ട നഗരത്തിൽ ഒരു ഒഴിഞ്ഞ തകരപ്പാട്ടം പോലെ വലിച്ചെറിഞ്ഞിട്ട് 10-15 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുക. അച്ഛനാണെന്നും പറഞ്ഞ് മനുഷ്യനാണോ താൻ? ഓ, അത് പഴയ ശബ്ദമാണ്. പക്ഷെ എനിക്ക് ബ്രോഡാഡിയിലെ ലാലേന്റെ കൂടെയുള്ളത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നു അല്ലേ? എനിക്ക് മാത്രം ഒന്നും അറിയില്ല. ഞാൻ വെറുമൊരു പൊട്ടൻ. നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ പൊട്ടൻ കളിക്കുകയായിരുന്നു അല്ലേ? ജോഷി, നിനക്കെങ്കിലും ഈ സത്യം എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. ഓക്കെ, ഇനി എനിക്ക് തോന്നിയത് ഈ വോയിസുകളൊക്കെ പല ഇങ്ങനെ അസ്കി വോയിസുകളിലൊക്കെ പലതും കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ജാഫർക്കയുടെ വോയിസ് ഇതിൽ ജാഫർക്ക അതിലുണ്ടായിരുന്നില്ല. ജാഫർക്ക അതിലുണ്ടായിരുന്നു. അപ്പൊ ജാഫർക്ക നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ജാഫർക്ക. അതായത് ജോഷി, ഇവിടെ നമ്മൾ പരിപാടിയൊക്കെ ജോഷിനോ ഞങ്ങൾ പ്രായമുള്ള ആളാണ് ജോഷിട്ടെ. അപ്പം എല്ലാവരും ഞങ്ങളിവിടെ വന്നു ഇല്ലേ, എല്ലാ പരിപാടിക്കൊക്കെ വന്നപ്പോൾ ഇഷ്ടമായി. ഇങ്ങനെ നല്ല കയ്യടിക്കാമോ? ഒന്ന് കയ്യടിക്കാം മക്കളെ. ഇതെന്താണെന്നറിയോ, ഈ കയ്യടിക്കാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടെന്നറിയോ? അതായത് നല്ല മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ കയ്യടിക്കാൻ പറ്റുള്ളൂ, അറിയാമോ? അതാണത്, സത്യമാണത്. അതായത് ഒരാൾ നന്നാവുമ്പോൾ അയാൾക്ക് ഉള്ളിലൊരു ആഹ്ലാദം ഉണ്ടോ, അതാണ് കയ്യടി. അപ്പം കയ്യടിച്ച ആളുകൾക്ക് ഇവിടുത്തെ ദേവൻ്റെ, അതായത് ഇവിടുത്തെ പിതാവ് കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹവും സ്നേഹം എല്ലാം ഉണ്ടാവട്ടെ ഈശ്വര. അതുപോലെ നല്ല മനസ്സുള്ള ആളുകൾക്കാണ് പറഞ്ഞിട്ടോ. കയ്യടിക്കാത്ത ആളുകൾക്കുണ്ട്. കയ്യടിക്കാത്ത അവർക്ക് കർത്താവേ ഒന്നും വരുത്തല്ലേ. ഞാൻ ഒരു ട്രൈ ചെയ്യാൻ പറയുകയാണ്. ഇതുവരെ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ തുടരും എന്ന് പറയുന്ന സിനിമയിലെ ജോർജ് സാറിന്റെ ഒന്ന് വെറുതെ അത് എടുത്തിട്ടില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ആ വോയിസ്, അതായത് NF വർഗീസും ഷമ്മി തിലകനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വോയിസ് ആണ്. ജസ്റ്റ് നമുക്ക് നന്നായി കൈയടിക്കണം കേട്ടോ, നന്നായി കൈയടിക്കണം. ഓക്കെ, ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 16 വർഷക്കാലമായിടാ ഞാൻ ഈ പോലീസിൽ ചേർന്നിട്ട്. ചെയ്യാൻ പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ജോർജ് സാർ ഇത് കഴിഞ്ഞ ജോർജ് സാർ തന്നെയാണ്.
പൊളിച്ച് പൊളിച്ച്. ഓക്കെ ഓക്കെ. അപ്പൊ Okay. അടുത്ത വേദിയിൽ വെച്ച് ഒന്നുകൂടി ഒന്നും കൂടി ശരിയാക്കണം ശരിയാക്കണം. അങ്ങനെയല്ല, അതായത് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനിയും ആ ഡയലോഗ് ഞാൻ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ആ പെട്ടെന്ന് ഡയലോഗ് പറഞ്ഞത്. പഠിച്ചില്ല എന്ന് എനിക്കറിയാം. അതെ, അതെ. അപ്പൊ ഒത്തിരി സന്തോഷം. Okay, അപ്പൊ സന്തോഷം. ഓക്കെ.